ചുമച്ച് തീരെ വയ്യാണ്ടായിട്ടാണ് കിടക്കുന്നത്. രാത്രി ഒട്ടും പറ്റുണ്ടായിരുന്നില്ല. ഒരു കണക്കിനാണ് നേരം വെളുത്ത് എങ്ങനെയൊക്കെയോ പിള്ളേരെ സ്കൂളിലേക്ക് അയച്ചത്. എന്നിട്ട് ഞാൻ എന്താ ഏട്ടനെയും വിട്ടിട്ട് വന്ന് കയറി കിടന്ന് കുറേ നേരം ഉറങ്ങി. എന്തൊക്കെയോ ഏട്ടൻ അടുക്കളയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണെന്നൊന്നും അറിയില്ലതാ, നമുക്ക് പോയി നോക്കാം. എന്തോ ഭാഗ്യത്തിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട്. പ്ലേറ്റും ഗ്ലാസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ മേടിച്ച പുതിയ മൺചട്ടിയാണ് കേട്ടോ, മയക്കിയിട്ടില്ല. പിന്നെ കുക്കറും ചട്ടിയൊക്കെ എവിടെ വെക്കണ്ടേന്ന് അറിയില്ല. അപ്പോൾ അത് ഞാൻ എടുത്ത് വെക്കണം. കുറച്ച് അരിയിട്ട് തിളപ്പിച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാവം ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാൻ വേണ്ടി ചുക്ക് കാപ്പിയുടെ ഇതൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ അരിക്കുള്ള ഇത് കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്തിട്ടു. എന്നിട്ട് ഇതാ കുടിക്കാനുള്ള വെള്ളം വെക്കാറുണ്ട്. എനിക്കാണെങ്കിൽ ചൂടുവെള്ളം കുടിക്കാൻ ഭയങ്കര ഇത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ വേറെ ചൂടാക്കി കുടിച്ചു. പിന്നെ ഞാൻ മാങ്ങ എടുത്ത് മുകളിൽ ഉണക്കാൻ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ ആ പടിയിൽ വെച്ചിട്ടാണ് പോയത്. സമയം ഉണ്ടായിട്ടുണ്ടാവില്ല പാവത്തിന്. അപ്പോൾ ഞാൻ കയറിയതാ, വയ്യാത്ത പട്ടി കയ്യാല കയറണമെന്ന് അറിയില്ലേ, അപ്പോൾ അതേപോലെയാണ്. പക്ഷേ എനിക്കിതിങ്ങനെ ഇരുന്ന സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ വലിഞ്ഞ്